ഇസ്രായേൽ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് ആക്രമിച്ചത് ശരിയാണ്. ഒരു തരത്തിൽ അതൊരു സിവിലിയൻ ടാർഗറ്റ് അല്ലേ? സിവിലിയൻ ടാർഗറ്റ് അല്ല. ഇറാൻ ഒരു റോ കൺട്രിയാണ്, പക്ഷേ ഇസ്രായേൽ അങ്ങനെ ചെയ്യാമോ? ഇറ്റ്സ് നോട്ട് എ സിവിലിയൻ ടാർഗറ്റ്, ഇറ്റ്സ് എൻ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഡീസൻ്റായിട്ട് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. എന്താണ്? മിലിറ്ററി ടാർഗറ്റ്സ് ഓൺലി. അതാണ് ഇതിനകത്ത്. ഇത് സെക്കൻഡറി ആണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്ടറികൾ, ഇങ്ങനെയൊക്കെയുള്ള അതിനവർ പറയുക എന്താണ്, അതിൻ്റെ യുദ്ധത്തിൻ്റെ ലോജിക് നിയമപരമായിട്ട് പറയുന്നത് ഈ കൊളാട്രൽ ഡാമേജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇതാണ്. അതായത് മിലിറ്ററി ബേസ്, സൈന്യവുമായിട്ടാണ് യുദ്ധം. അപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളെല്ലാം യുദ്ധത്തിൻ്റെ പരിധിയിൽ വരും. അത് ശരിയായ വാറാണ്. പിന്നെ രണ്ടാമത് വരുന്നത്, ഈ സൈനികരുടെ ആയുധങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നൊരു സ്കൂളിൽ വെക്കുക, മിസൈൽ കൊണ്ടുവന്നൊരു ആശുപത്രി വെക്കുക, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സംവിധാനം ഈ സൈന്യത്തിനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുക. ഈ സൈന്യത്തെ എയ്ഡ് ചെയ്യുന്ന, അബറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം പരിധി ലെജിറ്റിമേറ്റ് ടാർഗറ്റാണ്. ഇത് ആരാ പറഞ്ഞതെന്നറിയാം? ഇത് നിയമമാണോ? ഒന്നാമത് നിയമം ലംഘിക്കുന്നൊന്നുമില്ല. അവിടെ സെർജി ലാവ്റോവ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ലെജിറ്റിമേറ്റ് ടാർഗറ്റ്. ഉക്രൈനിലെ ഓരോരോ സ്കൂളും പിന്നെ ആശുപത്രികളും അതും ഇതൊക്കെ അടിച്ചിട്ട് സെർജി ലാവ്റോവ് എന്ന് പറയുന്ന റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ വന്നിരുന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇത്. ഇവർക്ക് സഹായം കൊടുക്കുന്നതാണ്. ഇവിടെ നിന്നാണ് സാമ്പത്തിക സഹായം, ആറ്റ സഹായം, മറിച്ച് സഹായം സഹായിക്കുന്ന. ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പം ഹമാസ് സ്കൂളുകളും ആശുപത്രികളും അവർ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഇതുണ്ടാക്കുന്നു. അപ്പോൾ ആ സ്കൂളുകളിലെ ആശുപത്രിയെ ആക്രമിക്കാമോ എന്നൊരു ചോദ്യം. നിയമപ്രകാരം ആക്രമിക്കാം. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് സ്കൂൾ ആക്രമിച്ചു, അല്ലെങ്കിൽ ആശുപത്രി, അല്ലെങ്കിൽ UN കേന്ദ്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്രം അതിനുള്ള ഇമ്മ്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധ കേന്ദ്രമായിട്ട് മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം സ്കൂളുകളിലും ഇപ്പം തന്നെ അവിടെ ഇവിടെയും പോയിരുന്നാൽ പോരെ? അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് വിളിച്ചിരിക്കാമല്ലോ. ഈ ആർമി ക്യാമ്പും ഇപ്പം തന്നെ ഇന്നലെ ഈ ബസിജ് ഫോഴ്സ് അവർ ചെയ്ത് എന്താണ്, അവർ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയി ടെൻ്റ് അടിച്ച് കിടന്നു. അപ്പം ആ പുറത്ത് പോയ ടെൻ്റ് അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സുഖമേ. അതർവൈസ് ഇവനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ മതപാഠശാലകളിലേക്ക്, ഇനിയിപ്പോൾ ഇതാണ് ഒരു പ്രശ്നം വരുന്നത്, മതപാഠശാലകളിലേക്ക് ആയുധങ്ങൾ സംഭരിക്കും, അവിടെ ആളുകൾ പോയിരിക്കും. അതൊക്കെ വലിയ പ്രശ്നമാകും. പിന്നെ കുറേയൊക്കെ നശിച്ചു പോകും. അവിടെയും കുറേ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം റിലേറ്റഡ് വെച്ച് നോക്കാം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞോണം ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാതിരിക്കുന്നതാണ് ഐഡിയൽ വാർ, അതാണ് ശരിയായ വാർ. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇറാൻ ആക്രമിക്കുന്നു, ഇറാൻ റോ കൺട്രിയാണ്, ആക്രമിക്കാമല്ലോ എന്നൊരിത് കൊടുക്കുന്നു. എന്നാൽ ഇസ്രായേൽ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇസ്രായേലിൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ ഹൈഫ എന്ന് പറയുന്ന ഓയിൽ റിഫൈനറിയിൽ കഴിഞ്ഞ 12 ഡേ വാറിൽ തന്നെ അറ്റാക്ക് ഉണ്ടായിട്ട് 3 പേര് മരിക്കുകയും അവിടുത്തെ ഉൽപ്പാദനം കുറേ ദിവസത്തോളം ഹോൾട്ടഡ് ആവുകയും ചെയ്തു ഹൈഫയിൽ. അപ്പോൾ അപ്പോഴും ഇറാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ, താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇസ്രായേലുകാർ എന്തായാലും, ഇസ്രായേൽ ഇപ്പോൾ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണേൽ സുഖമായിട്ട് ഡയലോഗ് അടിക്കാം. ഇത് യുദ്ധം തന്നെ തെറ്റാണ്, പിന്നെ യുദ്ധത്തിൽ നടക്കുന്ന എല്ലാം തെറ്റുകളുടെ പരമ്പരയാണ് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വാചകം അടിച്ചൊരു സംഭവമായി മാറാം. പക്ഷേ ഇതാണ് അവിടെ സംഭവിച്ചത്. I don't make such statement.